മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ അനീവയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ അനീവയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില. അതുപോലെ തന്നെ കൊച്ചിൻ അനീവയുടെ മക്കളായ സഭയും മറവയും താമസിച്ചു. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ഭയങ്കര സന്തോഷമായൊരു വീഡിയോ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു വീഡിയോ ആണ്. അത് പിന്നെ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ ചാനലിലാണ് ഇത് കണ്ടത്. ശ്രീകണ്ഠൻ സാർ തന്നെയാണ് ആ വിഷയത്തിനെ കുറിച്ച് അവതരിപ്പിച്ചത്. എന്തായാലും നമുക്കന്ന് കണ്ടു നോക്കാം. വേറെ ആരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എന്താ പറയാ മഹാനായ നമ്മുടെ ഹനീഫിക്ക, കൊച്ചിൻ ഹനീഫിക്ക, ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം കൊച്ചി ഹനീഫിക്ക നമ്മളെയൊക്കെ വിട്ടു പോയതിനു ശേഷം ഇക്കയുടെ വൈഫിന്റെയും അതേപോലെ തന്നെ ഇക്കയുടെ മക്കളുടെയും കാര്യം ആരെങ്കിലും എവിടെയും പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഇക്കയുടെ ഭാര്യ എന്തെങ്കിലും സഹായം ചോദിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഹനീഫിക്ക എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാസ്യ നടനായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു. അങ്ങനെ എല്ലാത്തിലും നമ്മുടെ സിനിമയുടെ എല്ലാമായിരുന്നു അല്ലെ. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ശരിക്കും അഭിമാനമായ ഒരു വ്യക്തി തന്നെയാണ്. ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഈ മക്കളുണ്ടായത്, അതായത് സഫയും സർവയും എന്ന് പറഞ്ഞാൽ ഈ മക്കളുണ്ടായത് 11 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് വിവാഹം കഴിഞ്ഞ് 11 വർഷങ്ങൾക്ക് ശേഷം. പിള്ളേർക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഹനീഫയ്ക്ക് നമ്മളെല്ലാവരും വിട്ടുപോയത്. അതിനുശേഷം നിങ്ങൾ ഈ ഇത്തയുടെ ഈ മക്കളുടെയും കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വിധവാ കാർഡ് ഇറക്കി കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും സഹായം ചോദിച്ചു തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ സ്ത്രീ അവരുടെ ഭർത്താവിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലനിന്നു. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പേരിന് ഒരു കോട്ടവും തട്ടാതെ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ അനീവയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ അനീവയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില. അതുപോലെ തന്നെ കൊച്ചിൻ അനീവയുടെ മക്കളായ സഭയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ അനീവയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് എ ബി മൻസിൽ. പിതാവ് എ ബി മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്നം കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്കായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അനീഫ്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. എന്താ പറയാ, കേൾക്കുമ്പോ തന്നെ നമുക്കൊക്കെ എന്തൊരു സന്തോഷം നൽകുന്നല്ലേ. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം. അതായത് ഹനീഫിക്ക മരിച്ചുപോയത് 2010-ലാണ്. ഈ 2010 ഇത് 2026, 16 വർഷമായി ഹനീഫിക്ക ഇവരെ വിട്ടുപോയിട്ട്. ഈ 16 വർഷം അവർ വാടക വീട്ടിലാണ് കഴിഞ്ഞത് അല്ലെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാനൊരു വിധവയാണെന്ന് പറഞ്ഞ് ഇവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഒരു റീൽസോ എന്താ പറയണ ആ പ്ലാറ്റ്ഫോം ഇദ്ദേഹത്തിന്റെ മക്കളായിട്ട് പോലും അത് ഉപയോഗിച്ചതായിട്ട് പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതുവരെ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയില് അത് അതേപടി ഈ അദ്ദേഹത്തിന്റെ ഭാര്യ വഴി അത് നിലനിർത്തി, അത് ആ മക്കളിലോട്ട് പകർന്നു നൽകിയിട്ടുണ്ട്. നമുക്കത് വ്യക്തമാണ്. എന്ന് നോക്കിയാൽ നിങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന അംഗീകാരങ്ങൾ കണ്ടോ? അദ്ദേഹം നമ്മളെല്ലാവരെയും വിട്ടുപോയിട്ട്, അതായത് ആ കുടുംബത്തിനെ വിട്ടുപോയിട്ട് 16 വർഷമായി. ഈ 16 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങളുടെ ആ തിളക്കം നിങ്ങൾ കണ്ടോ? എന്ത് ഭംഗിയിൽ ആ ഓരോ അംഗീകാരം, ആ ഓരോ അവാർഡ്സ് അവിടെ ഇരിക്കണം നോക്കിയിട്ട്. ഇപ്പോഴും പുത്തൻ പോലെയാണ് ആ അവാർഡ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നത്. എന്ത് രസം ഇത് കാണാനായിട്ട്. ഇവിടെ നമ്മൾ പലർക്കും കിട്ടിയ അംഗീകാരങ്ങളൊക്കെ പല വഴിയിലും ചെതറിക്കിടക്കണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞാണല്ലോ ഭയങ്കരമായിട്ട് സന്തോഷമായി. ശരിക്കും ഒരുപാട് സന്തോഷമായി. അതേപോലെ തന്നെ അവർ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുവരെയായിട്ടും ഒരാളുടെയും കൈ നീട്ടാനോ ഒന്നിനും വേണ്ടി പോയിട്ടില്ല, ആരുടെയും സഹായം ചോദിക്കാനോ. കാരണം
ഹനീഫ എന്ന് പറയുന്ന വ്യക്തിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു അഭിമാനമായിരുന്നു. ആ അഭിമാനം കാത്തു സൂക്ഷിച്ച ഒരു ഭാര്യ അത് തന്റെ മക്കളിലോട്ടും പകർന്നു കൊടുത്തു. എന്താ പറയേണ്ടത് ഇവരൊക്കെയാണ് എന്ന് വെച്ചാൽ ഇവർ ശരിക്കും ഗ്രേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ എന്താ പറയണ ഒരു വുമൺ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ടാവും അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ മീഡിയാസ് യൂസ് ചെയ്യണേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവർ നോക്കിക്കേ എന്താ പറയുവരെന്ന് നമുക്ക് എന്താ പറയുവരേക്ക അദ്ദേഹത്തിന്റെ അഭിമാനം അതേപോലെ തന്നെ നിലനിർത്തി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ പേരിന് എവിടെ ഒരു കോട്ടം നട്ടിട്ടുണ്ടോ. അദ്ദേഹം ഇവിടെ നമ്മുടെ ഈ ലോകം വിട്ട് പോയിട്ട് പോലും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ഞാനൊക്കെ ശരിക്കും സത്യം പറയാതെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറയണം അദ്ദേഹത്തിന്റെ കോമഡിയൊക്കെ ശരിക്കും മിസ് ചെയ്യാറുണ്ട്. ശരിക്കും സിഐഡി മൂസ സിഐഡി മൂസയാണ് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. ഒരുപാട് അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ സിഐഡി മൂസ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരുപാട് സിനിമകളുണ്ട് കോമഡി ഫിലിംസ്. അയ്യോ എന്താ പറയണത്, അത്രയും ഇഷ്ടമാണ് എനിക്ക് ഹനീഫക്കാണ്. ഞാൻ ഇടക്കിടക്ക് സത്യമായിട്ട് പറയാം, ഞാൻ ഇടക്കിടക്ക് ഓർക്കാറുണ്ട് ആ വ്യക്തിയുടെ ഞാനിങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരെയൊക്കെ കോമഡിയൊക്കെ കാണുമ്പോൾ അതൊന്നും അത്ര വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കോമഡി എന്നൊക്കെ ഞാൻ പണ്ടത്തെ സിനിമയൊക്കെ ഇപ്പോഴേക്കും കാണുന്ന ഒരു വ്യക്തി. എനിക്ക് പുതിയ ഫിലിംസിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്നെ സംബന്ധിച്ച് എനിക്ക് പഴയ ഫിലിംസ്. അതിനകത്തൊക്കെ നമുക്ക് ഒരു കഥയും അതൊക്കെ നമുക്ക് പറയണ്ട, അതൊക്കെ പിന്നെ പറയും. അപ്പൊ ഇതാണ് വിഷയം. ഇതാണ് അതേപോലെ തന്നെ ഞാനൊരു ദിലീപേട്ടൻ ഫാനൊന്നും അല്ല, പക്ഷെ ഇതിനകത്ത് അവർ ദിലീപ് എന്ന വ്യക്തിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. നമുക്കത് പറയാതെ പോകാൻ പറ്റുന്നില്ല. ആ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ആ കുടുംബത്തിന് ചെയ്തൊരു സഹായം, അതായത് നേരിട്ട് ഒരു സഹായം ചെയ്യുകയല്ല ചെയ്തത്. കാരണം ഈ ദിലീപ് എന്ന വ്യക്തിക്ക് അറിയാം ഹനീഫിക്ക എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന്, ആ പുള്ളിക്കാരൻ എന്താണെന്ന് ഈ ദിലീപ് എന്ന വ്യക്തിക്ക് അറിയാം. അപ്പൊ അതിന്റെ ഹനീഫയ്ക്കയുടെ കുടുംബത്തിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ആ ബഹുമാനം പ്രകടിപ്പിക്കണം എന്നറിയാം. അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ആ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. നമുക്കത് ആ കുടുംബത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ദിലീപിക അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്കോടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. എന്താ പറഞ്ഞത് ദിലീപേട്ടൻ വന്നിട്ട്? ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിന്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ദിലീപ് എന്ന വ്യക്തി എന്താണ് എങ്ങനെയാണെന്നുള്ള ഇത് നമുക്ക് എന്തും ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ചെയ്ത നന്മകൾ അത് നമുക്ക് എന്തൊക്കെ വന്നാലും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലുള്ള നന്മകൾ അദ്ദേഹം ചെയ്യാൻ നേരത്ത് നമ്മളത് വിളിച്ച് പറയുക തന്നെ ചെയ്യണം. അദ്ദേഹം തിന്മ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കതൊന്നും ഉറപ്പാക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹം ചെയ്ത നന്മകൾ അത് വിളിച്ച് പറയാൻ നേരത്തെ, അതായത് ആ കുടുംബങ്ങൾ തന്നെ വിളിച്ച് പറയാൻ നേരത്തെ നമുക്കതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതിന്റെ കാര്യവും. ഹനീഫയ്ക്കയുടെ ഭാര്യനെ സംബന്ധിച്ച് പറയുന്ന നേരത്തെ ഹനീഫയ്ക്ക് കിട്ടിയ ശരിക്കും ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ആ ഭാര്യ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായോ അതെല്ലാം സാധിച്ചു കൊടുത്തു. അതായത് ആ വീട് എന്ന് പറഞ്ഞ സ്വപ്നം എന്തായിരുന്നു, ആ വീടിന്റെ അദ്ദേഹത്തിന്റെ പൈസ തന്നെ, അതായത് ആ പെൺകുട്ടികൾക്ക് 18 വയസ്സായാലും അദ്ദേഹത്തിന്റെ സ്വത്ത് വകകൾ അനുഭവിക്കാനുള്ള കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലീഗൽ ഇഷ്യൂസ് ഒക്കെ എന്താ പറയണ അതൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ 16 വർഷങ്ങൾ കാത്തിരുന്നു. ആ 16 വർഷങ്ങൾ കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം നിറവേറ്റി. അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് തന്നെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കണം, ആ ഒരു ഇതിൽ തന്നെ വീട് അറിയപ്പെടണം എന്ന രീതിയിൽ. അത് തന്നെ ആ ഭാര്യ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ആഗ്രഹം, ആ ആഗ്രഹം ആ ഭാര്യ അത് നിറവേറ്റി കൊടുത്തു. അതേപോലെ തന്നെ ആ മക്കളുടെ അതായത് അദ്ദേഹത്തിനുള്ള ഒരു ആഗ്രഹമായിരുന്നു മക്കൾ ഇന്നത് പഠിക്കണമെന്ന്, അതായത് CS പഠിക്കണമെന്നായിരുന്നു. ആ രണ്ടും തന്നെ ആ മക്കളും പഠിക്കാൻ എടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ കണ്ട് മേളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും, ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ പേരിനെ ഒന്നും കൂടി ഉയർത്തിയിരിക്കുകയാണ് ആ ഭാര്യയും മക്കളും കൂടി ചേർന്നിട്ട്. വളരെ അധികം അഭിമാനത്തോടെ അദ്ദേഹത്തിന് എന്താ പറയാ സന്തോഷിക്കാൻ പറ്റിയത് ഒരു നിമിഷം തന്നെയാണ് അല്ലെ.
എന്തായാലും ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ നമ്മൾ അത് ഹനീഫക്കനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. എന്റെയൊക്കെ ചെറിയ പ്രായത്തില് ഹനീഫിക്ക എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയതാണ്. എനിക്കൊക്കെ ആ സമയത്തൊക്കെ ഒരുപാട് വിഷമമായിരുന്നു. കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഈ കോമഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും എന്താ പറയാ, സന്തോഷം. അവർക്ക് അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ഭാര്യനെയും 2 മക്കളെ ദൈവം കൊടുത്തല്ലോ. അദ്ദേഹത്തിന്റെ അഭിമാനം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന പൊന്നുപോലെ ഒരു തിളക്കം പോലെ തന്നെ ആ തിളക്കത്തിന് ഇപ്പോഴും നിലനിർത്തുന്ന ഒരു ഭാര്യയും മക്കളെയും കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ലക്കിയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.